ഹായ് എവരിവൺ, അപ്പന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഞാനിന്ന് വന്നിരിക്കുന്നത് സന്ദീപ് വാര്യർ വെള്ളത്തിനുള്ളിലായി. സന്ദീപ് വാര്യർ പറയുന്ന ഇതാണ്, എന്നെ രക്ഷിക്കേണ്ട ജനങ്ങളെ രക്ഷിക്കൂ എന്ന്. എന്തായാലും ആ ഒരു വീഡിയോ ഞാൻ നിങ്ങൾക്ക് പ്ലേ ചെയ്തു തരാം. അപ്പോ ഇത് ഞാൻ ഒരു കാര്യം പറയട്ടെ, വി.ഡി. സതീശനായാലും പിണറായി വിജയനാണെങ്കിലും അതുപോലെ തന്നെ ആരാണെങ്കിലും, ഏത് പാർട്ടിയുടെ ആൾക്കാരാണെന്നുണ്ടെങ്കിലും, നരേന്ദ്രമോദി ആണെങ്കിലും നല്ലത് ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ നല്ലത് തന്നെ പറയും. കാര്യം എന്ന് വെച്ചാൽ ഇത് എടുത്തു പറയാൻ കാര്യം എല്ലാവരും ഓർക്കും ഞാൻ പാർട്ടിയുടെ ഒരു ഇതിൽ പറയുന്നതാണ്. അങ്ങനൊന്നുമില്ല, ആര് നല്ലത് ചെയ്താലും ഞാൻ പറയും. അപ്പൊ ഞാൻ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്ന ഒരു കാര്യം ഈ വെള്ളക്കെടുതി, മഴവെള്ളക്കെടുതിയെ കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത്. മലപ്പുറത്ത് ഒരു 4 വയസ്സുകാരൻ ഒഴുക്കിൽപ്പെട്ട് മരണപ്പെട്ടു. ആ വെള്ളത്തിൽ ഒഴുകി പോകുന്ന ഒരു വീഡിയോ ദൃശ്യമുണ്ട്. നമുക്ക് ഭയങ്കര മനസ്സ് തന്നെ ഭയങ്കര ഇതായിട്ട് പോകും ആ ഒരു വീഡിയോ കാണുമ്പോൾ. അപ്പൊ എന്തായാലും ഞാൻ ആ ഒരു വീഡിയോ ദൃശ്യം വെച്ച് തരാം. അതുപോലെ തന്നെ നമ്മുടെ നാട്ടില് ഉരുൾപൊട്ടിയാലോ വെള്ളപ്പൊക്കം ഉണ്ടായാലോ ഈ ഒരു നമ്പറിലേക്ക് നിങ്ങൾ തീർച്ചയായിട്ടും വിളിക്കണം. ഇവര് വന്നിട്ട് നിങ്ങൾക്ക് എന്തൊരു അപകടം ഉണ്ടായാലും നിങ്ങളെ സഹായിക്കും, തീർച്ചയായിട്ടും സഹായിക്കും. 1 രൂപ പോലും വാങ്ങിക്കത്തില്ല. എന്തായാലും ആ ഒരു വീഡിയോയും ഞാൻ നിങ്ങൾക്ക് വെച്ചുതരാം. അതുപോലെ തന്നെ ഒരു കാറ് അപകടത്തിലാകുന്ന ഒരു CCTV ദൃശ്യമുണ്ട്, അതും ഞാൻ നിങ്ങൾക്ക് വെച്ചുതരാം. അതുപോലെ തന്നെ ഒരു പുള്ളിക്കാരൻ പുഴയിലേക്ക് ഒഴുകി പോകുന്നതിന് തേങ്ങ എടുക്കാനെങ്ങാണ്ട് ഇറങ്ങിയപ്പോൾ പുഴയിലേക്ക് ഒഴുകി പോകുന്ന ഒരു ദൃശ്യമുണ്ട്, അതും നിങ്ങൾക്ക് പ്ലേ ചെയ്യാം. അതുപോലെ തന്നെ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് ഓരോരുത്തരെ എത്തിക്കുന്ന ഒരു വീഡിയോ ഉണ്ട്, അതും നിങ്ങൾക്ക് വെച്ചുതരാം. അവിടെ ഒരു അമ്മ രാഷ്ട്രീയം പറയുന്നുണ്ട്. അപകടം നടക്കുമ്പോഴാണല്ലോ ഈ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് മാറ്റുന്നത്. അവിടെ അപകടം നടന്ന സ്ഥലത്ത് ആ അമ്മ രാഷ്ട്രീയം സംസാരിക്കുന്നുണ്ട്, അതിനെക്കുറിച്ചും ഞാൻ വെച്ചുതരാം. അത് ഭയങ്കര വിവാദം തന്നെയായി മാറിയിരിക്കുകയാണ്. അതിനുശേഷം ആരെങ്കിലും വെള്ളത്തിൽ പെട്ടുപോയാൽ എങ്ങനെ അവരെ രക്ഷിക്കാം എന്നുള്ള ഒരു കാര്യം ഒരു പോലീസുകാരൻ പറഞ്ഞു തരുന്നുണ്ട്, അതും വെക്കാം. അതിനുശേഷം രാത്രി കിടന്നുറങ്ങുമ്പോൾ വീടിനുള്ളിലേക്ക് വെള്ളം ഇരച്ചു കയറുകയാണ്, അതിനെക്കുറിച്ചും പറയുന്നുണ്ട്. ഞെട്ടിക്കുന്ന നടുക്കുന്ന ഒരു വീഡിയോ ദൃശ്യമുണ്ട്, അതും ഞാൻ നിങ്ങൾക്ക് പ്ലേ ചെയ്യാം. അതുപോലെ തന്നെ പിന്നെ ഈ കടലിന്റെ മക്കള്, അതായത് മത്സ്യത്തൊഴിലാളികള് ഒരുപാട് പേരെ രക്ഷിക്കുന്ന ഒരു വീഡിയോ ഉണ്ട്. അതുപോലെ തന്നെ ഒരു പാവപ്പെട്ട ഒരു മനുഷ്യൻ 13 പശുക്കളെ വളർത്തുകയായിരുന്നു. അതിൽ 13 പശുവിൽ 11 പശുവിനെയും വെള്ളം കൊണ്ടുപോയി. അദ്ദേഹം അതെങ്ങനെ സഹിക്കും? കരഞ്ഞുകൊണ്ട് പറയുന്ന ആ ഒരു വീഡിയോ ദൃശ്യമുണ്ട്. അതുപോലെ തന്നെ ചാണ്ടി ഉമ്മൻ ഒരുപാട് പേരെ ഇതിനകത്ത് സഹായിക്കുന്നുണ്ട്. ഈ വീഡിയോകളെല്ലാം ഞാൻ നിങ്ങൾക്ക് പ്ലേ ചെയ്തു തരാം. അപ്പൊ നമുക്ക് എന്തായാലും വിഷയത്തിലേക്ക് കടക്കാം. ആദ്യം നമുക്ക് സന്ദീപ് വാര്യർ ചെയ്ത ആ ഒരു നല്ല പ്രവൃത്തി കാണാം. അതിനു മുമ്പ് നിങ്ങൾ തീർച്ചയായിട്ടും ഒരുപാട് പേര് വീഡിയോ കാണുന്നുണ്ട്, അവരാരും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നത്. എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്താൽ വലിയ ഉപകാരമായിരിക്കും. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. 3312 MLA ആണ്. നിങ്ങൾ ഇപ്പൊ നിലവിൽ സേഫ് ആണോ അവിടെ? നിങ്ങൾ പ്രശ്നം ഇറക്കേണ്ടതുണ്ടോ? അവിടുന്ന് ഫയർഫോഴ്സിനെ പെട്ടെന്ന് ഇറക്കണോ? ആണല്ലോ അല്ലെ? ഓ അത് ആണല്ലോ അല്ലെ? സേഫ് ആണല്ലോ അല്ലെ? ശരി. മക്കൾക്ക് പേടിയൊന്നുമില്ലല്ലോ? ഞാനാ ഒന്ന് പറഞ്ഞേക്ക്, മക്കളൊന്ന് പറഞ്ഞേക്ക് കേട്ടോ. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നമ്പറിൽ വിളിക്കണം കേട്ടോ. അപ്പൊ സന്ദീപ് വാര്യർ ഒരു നേരം പോലും ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല എന്നുള്ള രീതിയിലാണ് വാർത്തകളിൽ കാണുന്നത്. അവിടെ ആരൊക്കെ കുടുങ്ങിയിട്ടുണ്ടോ അപകടത്തിൽ, അവരെയൊക്കെ നമ്മുടെ സന്ദീപ് വാര്യറിന്റെ നേതൃത്വത്തിലുള്ളവരെല്ലാവരും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. സന്ദീപ് വാര്യർ ഒരു MLA ആണ്. ഒരുപാട് MLA-മാരുണ്ട്. അവരാരെങ്കിലും ഒക്കെ ഇതുപോലുള്ള പ്രവൃത്തികൾ ചെയ്യുന്നുണ്ടോ? ശരിക്കും പറഞ്ഞാൽ ഈ ഉള്ള പാവങ്ങൾക്ക് വേണ്ടി മാത്രം പ്രവർത്തിക്കുകയാണ് നമ്മുടെ സന്ദീപ് വാര്യർ. അപ്പൊ എന്നാൽ ഇതൊക്കെ ചെയ്യുന്ന സന്ദീപ് വാര്യർക്ക് ഞാനൊരു ബിഗ് സല്യൂട്ട് കൊടുക്കുകയാണ്. ഇതാണ് MLA. അപ്പൊ അടുത്ത വിഷയത്തിലേക്ക് കടക്കാൻ, ഒരു 4 വയസ്സുകാരനായിട്ടുള്ള ഒരു കുട്ടി ഒരു ഒഴുക്കിൽപ്പെട്ടു പോകുന്ന ഒരു വീഡിയോ ദൃശ്യം, അത് നമുക്ക് ഭയങ്കരമായിട്ട് മനസ്സലിഞ്ഞു പോകുന്ന ഒരു കാഴ്ചയാണത്. പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ, ആ 4 വയസ്സുള്ള പൈതല് ഒഴുക്കിപ്പെട്ടുങ്ങാണ്ട് വന്ന സ്പോട്ടാണിതാ. ഇതിലാണ് കുട്ടി വന്നിട്ട് എവിടേക്കാണ് കുട്ടി എത്തി നിന്നുള്ള മരത്തിന്റെ ഭാഗം ഞാൻ കാണിച്ചു തരാം. വല്ലാത്തൊരു അവസ്ഥയിൽ നിന്ന് രാവിലെ നമ്മളെല്ലാം കേട്ട സുഹൃത്തുക്കളെ, ഞാൻ ഇപ്പം നിൽക്കുന്നത് കൊണ്ടോട്ടി നീറാടാണ്. നമ്മളൊക്കെ ഇന്ന് രാവിലെ ഒരു 10:30 ആയപ്പോൾ കേട്ട വാർത്തയാണ് 4 വയസ്സുള്ള ഒരു കുട്ടിയുടെ ജീവൻ പൊലിഞ്ഞത്. തോട്ടിലൂടെ ഒലിച്ചു പോയിട്ടില്ലേ? അപ്പോൾ ആ ഒരു സ്പോട്ടിലാണ് ഞാൻ നിൽക്കുന്നത്. അപ്പോൾ കുട്ടിയെ കിട്ടിയ ഭാഗം ഞാൻ കാണിക്കുകയാണ്. ഈ തോട്ടിൽ നിന്ന് ഇങ്ങോട്ട് കണ്ടില്ലേ, വെള്ളം ഈ പറമ്പിലേക്ക് പോകുന്നുണ്ടല്ലോ, കണ്ടോ? കര കവിഞ്ഞ് ഈ ഭാഗത്താണ് കുട്ടി ഉണ്ടായിരുന്നത്. അവിടെ ഒരു മരതാ, ആ കവുങ്ങാൻ തോന്നുന്നുണ്ട്, അതിൻ്റെ ആ ഭാഗത്താണ് കുട്ടി കിടന്നിട്ടുണ്ടായിരുന്നെന്നാണ് അറിയാൻ സാധിച്ചത്. നമുക്ക് മുന്നിൽ കാണാവുന്ന ആ ഒരു വീടുണ്ടല്ലോ, ആ വീട്ടിലെ ആളാണ് കണ്ടതെന്ന് അറിഞ്ഞു. അതിനുശേഷം കുട്ടിക്ക് കുറച്ച് ജീവൻ ഉണ്ടായിരുന്നെന്നാണ് അറിയാൻ സാധിച്ചത്. അതിനുശേഷം കൊണ്ടോട്ടി ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുകയും
തുടർന്ന് കുട്ടി മരണപ്പെട്ടു എന്നുള്ള വിവരമാണ് ഇപ്പോൾ അറിയാൻ സാധിച്ചത്. 4 വയസ്സുള്ള ഒരു കുഞ്ഞു പൈതലിൻ്റെ ജീവനാണ് പ്രിയപ്പെട്ടവരെ ഈ ശക്തമായ ഈ ഒഴുക്കിപ്പെട്ട് ഈ തോട്ടിൻ്റെ ഒഴുക്കിപ്പെട്ടിട്ട് പൊലിഞ്ഞത് എന്നുള്ളതാണ് വളരെ സങ്കടകരമായ വാർത്ത. നമ്മളൊക്കെ ഒരു ജീവൻ പോലും പൊലിയരുതെന്ന് ഒരുപാട് പ്രാർത്ഥിച്ചിരുന്ന ആളുകളാണ് അല്ലേ. കുട്ടീൻ്റെ വീട് എന്ന് അറിയുന്നത് ഇവിടുന്ന് ഏകദേശം 1-2 കിലോമീറ്റർ അപ്പുറത്താണ്. അവിടുന്ന് കുട്ടി വെള്ളത്തിൽ പോയിട്ട് ഒഴുകി വന്നതാണ് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഈ ഭാഗത്തേക്ക് ഇട്ടോ എന്നുള്ളതാണ് അറിയാൻ സാധിച്ചത്. പിന്നെ എന്താണ് സംഭവിച്ചത് നമുക്കറിയില്ല. കുട്ടി വെള്ളത്തിൽ വീണതാണോ അല്ലെങ്കിൽ കുട്ടി കളിക്കാൻ ഇറങ്ങിയതാണെന്ന് അറിയില്ല. എന്തായാലും ഒരു കാര്യം ഞാൻ പറയണേ, തോടിന് നല്ല ഒഴുക്കാണ്. മുതുവല്ലൂർ സ്കൂളിൽ LKG പഠിക്കുന്ന കുട്ടിയാണ് കേട്ടോ. കുട്ടീൻ്റെ വീട് വരുന്നത് നെടിയുരിപ്പ് മേലേപ്പറമ്പ് ഹമീദ് നദീറ ദമ്പതികളുടെ മകനാണ്. ആദം ഐമൻ എന്നാണ് ആ കുഞ്ഞു പൈതലിൻ്റെ പേര്. ഏതായാലും വല്ലാത്തൊരു അവസ്ഥ ആയിപ്പോയില്ലേ. ആ കുഞ്ഞു പൈതലിൻ്റെ ജീവൻ പൊലിഞ്ഞെന്ന് കേൾക്കുമ്പോൾ ഇത്തരത്തിലുള്ള മരണങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്യരുതെന്ന് പ്രാർത്ഥിക്കുന്ന ആളുകളാണ് നമ്മളല്ലേ. എന്തായാലും ആ കുടുംബത്തിന് ഇത് താങ്ങാനുള്ള ശക്തി ഉണ്ടാവട്ടെ എന്ന് മാത്രമാണ് ഈ അവസരത്തിൽ നമുക്ക് പ്രാർത്ഥിക്കാനുള്ളത്. ഇനിയെങ്കിലും നമ്മളെ മക്കളെ എല്ലാവരും ശ്രദ്ധിക്കണം എന്ന് മാത്രം ഈ അവസാനം ആയിട്ട് ഞാൻ ഒരിക്കൽ കൂടി ഒരു മെസ്സേജ് ആയിട്ട് അറിയിക്കുകയാണ്. ഈ ഒരു സ്പോട്ടിൽ വന്നപ്പോഴാണ് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇതിൻ്റെയൊക്കെ ഒരു വളരെ വലിയ രീതിയിലുള്ള ഒരു ഒഴുക്ക് നമ്മൾ മനസ്സിലാക്കി. അപ്പൊ വളരെ വേദനിപ്പിക്കുന്ന ഒരു ദൃശ്യം തന്നെയായിരുന്നു നമ്മളിപ്പോ കണ്ടത്. അപ്പൊ ഞാനിത് വെച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ വീട്ടിലും ഇതുപോലുള്ള ഒരു സിറ്റുവേഷൻ വരുമ്പോൾ എല്ലാ കുട്ടികളെയും ഒന്ന് ശ്രദ്ധിക്കണം. അതായത് അപകടം വന്നതിന് ശേഷം വന്നു എന്ന് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? അപകടം വരുന്നതിന് മുമ്പ് നമ്മൾ ശ്രദ്ധിക്കണം. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നമ്മൾ എന്തോരം കഷ്ടപ്പെട്ടാണ് ഒരു കുട്ടിയെ വളർത്തിക്കൊണ്ട് വരുന്നത്. ആ കുട്ടി നഷ്ടപ്പെട്ട് കഴിഞ്ഞാലുള്ള അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കി. ഒരു മാതാപിതാക്കൾ സഹിക്കുമോ? ആ മാതാപിതാക്കളുടെ അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്ക്. എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ മോന്റെ മാതാപിതാക്കൾക്ക് ഒരു മനസ്സിനൊരു ധൈര്യം കൊടുക്കട്ടെ. അതാണ് എനിക്ക് പറയാനുള്ളത്. അല്ലാതെ വേറെ എന്ത് പറയാനാണ് നമ്മൾ ഇതിനകത്ത്? അവർക്ക് സമാധാനം കൊടുക്കണേ ദൈവമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാനല്ലേ പറ്റത്തുള്ളൂ. ഈ നഷ്ടപരിഹാരം കൊടുത്തത് കൊണ്ടൊന്നും ഒരു കാര്യമില്ല. നമ്മളിപ്പം ഓരോരുത്തര് നഷ്ടപരിഹാരം കൊടുക്കും ഇങ്ങനെ ഓരോ കാര്യങ്ങൾക്ക് നഷ്ടപ്പെട്ട് കഴിഞ്ഞാലോ അങ്ങനെ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടായാല്. പക്ഷെ അതൊക്കെ എത്രയൊക്കെ നഷ്ടപരിഹാരം കിട്ടിയെന്ന് പറഞ്ഞാലും അത് ആ നഷ്ടപ്പെട്ടതിന് തുല്യമാവത്തില്ലല്ലോ. ഇനി അടുത്ത വിഷയത്തിലേക്ക് പോവാം. മത്സ്യത്തൊഴിലാളികൾ ഒരുപാട് പാവങ്ങളെ സഹായിക്കുന്ന ഒരു വീഡിയോ ഉണ്ട്, നിങ്ങളൊന്ന് കണ്ടുകൊണ്ട്. മഴ വന്നപ്പോ നമ്മള് കടലിന്റെ മക്കൾ വേണം എല്ലാവർക്കും അല്ലേ? തീർച്ചയായിട്ടും നമ്മള് കടലിന്റെ മക്കളെന്ന് പറഞ്ഞാൽ വേർതിരിച്ചാണ്. നമ്മുടെ എല്ലാവരും ഒരു മക്കളാണ്. പോലീസുകാർ എല്ലാവരും ഒരു മക്കളാ. ഇങ്ങനെ ഒരു പ്രളയം വരുമ്പോഴേ നമ്മളൊക്കെ കാണത്തുള്ളൂ എപ്പോഴും. നിങ്ങളെ കുറ്റം പറയായിരുന്നില്ല കഴിഞ്ഞ പ്രളയത്തിൽ. അതൊന്നും നമുക്ക് പ്രശ്നമില്ല. നമുക്കിത് നമ്മൾ തീർച്ചയായിട്ടും വരും. അത്രേ ഉള്ളൂ. നമ്മുടെ കൊല്ലത്ത് നിന്നാ വന്നേ? അതെ അതെ, കൊല്ലത്തോട്ടത്തു നിന്നായിരുന്നു. പോർക്കൊല്ലം ഒരു ടീമേ വന്നിട്ടുള്ളൂ. ഇല്ല, ഇനി ഒരു ടീം വന്നിട്ടുള്ളൂ. ഞങ്ങൾ പെട്ടെന്ന് തന്നെ കയറി വന്ന് ബാക്കിൽ നിന്ന് 2 ആളുകൾ വരുന്നുണ്ടെന്ന് പറഞ്ഞാൽ സ്വന്തം ജീവൻ പണയം വെച്ച് രക്ഷിക്കാനായിട്ട് ഇറങ്ങി. തീർച്ചയായിട്ടും. കഴിഞ്ഞ പ്രാവശ്യം വന്നിട്ടുണ്ടായിരുന്നു ഇവിടെ. ഞാൻ ചെങ്ങന്നൂരാ ഞങ്ങൾ വന്നത്. ചെങ്ങന്നൂര് കിടക്കുക അവിടെ മറ്റേ എന്റെ ഒരു പ്രദീപ്, നമ്മുടെ സ്വന്തം വെള്ളം. ആ കുഴപ്പമില്ല. ഒന്ന് ആലോചിച്ച് നോക്കുക. നമ്മള് ഒരു പട്ടിയോ പൂച്ചയോ എന്തിനെങ്കിലും നമ്മള് ഭയങ്കര പെറ്റായിട്ട് സ്നേഹിച്ച് വളർത്തി അവര് മരിച്ചു പോകുമ്പോൾ ഉള്ള ഒരു അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കിയേ. സഹിക്കാൻ പറ്റാത്ത വേദനയായിരിക്കും അത് മരണപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. അത് എത്ര നഷ്ടപരിഹാരം കിട്ടിയെന്ന് പറഞ്ഞാലോ എത്ര രൂപ നമുക്ക് കിട്ടിയെന്ന് പറഞ്ഞാലോ അത് ഒന്നിനും ഒരു പരിഹാരമായിട്ട് മാറത്തില്ല. ആ ജീവന് വിലയായിട്ട് മാറത്തില്ല. അപ്പൊ എന്തായാലും ഈ ഒരു സാധാരണക്കാരനായ ഒരു അച്ഛൻ 13 പശുക്കളെ വളർത്തിയിട്ട് അതിൽ 11 പശുക്കളും ഒഴുകി പോകുന്ന ഒരു സംഭവം എന്ന് പറഞ്ഞാൽ നമുക്കത് സഹിക്കാൻ പറ്റത്തില്ല. ഞാൻ ആ ഒരു വീഡിയോ നിങ്ങൾക്ക് കാണിച്ചു തരാം. 10-60 ലിറ്റർ പാല് കൊടുക്കാൻ പറ്റാത്ത അവസ്ഥയിൽ ഞാനത് ത്യാഗം അനുഭവിക്കേണ്ടി വന്ന ഒരു അനുഭവം ഇന്നലെ. എനിക്ക് പശുവിനെ അഴിച്ചു മാറ്റാനുള്ള സ്വാധീനം കിട്ടിയില്ല. അല്ലാത്ത പക്ഷം ഞാൻ മാറ്റിയനായിരുന്നു. എൻ്റെ പശുക്കളെല്ലാം നഷ്ടപ്പെട്ടു പോയി. എൻ്റെ കൂട്ടിൽ തന്നെ അടിഞ്ഞു കിടക്കുന്ന കാണാനും എടുക്കാനുള്ള ആൾക്കാർ വരുമ്പോൾ എനിക്ക് സങ്കടം.
അതുമായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് എന്തെങ്കിലും നഷ്ടപരിഹാരമൊക്കെ കിട്ടും എന്നോർത്ത് ഞാൻ കളക്ടർക്കും അതുപോലുള്ള മൃഗാശുപത്രി സംരക്ഷണ നിയമങ്ങൾക്കുമെല്ലാം വന്ന് കാണാനുള്ള അധികാരം കൊടുത്ത് അവർ വന്ന് കാണുകയും എടുക്കുകയും ഫോട്ടോ എടുക്കുകയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ മനസ്സ് സമാധാനത്തിന് വേണ്ടിയിട്ടൊരു സന്തുഷ്ടത ഉണ്ടാകുമെന്ന് ഓർത്ത് ഇതിൽ അദ്ദേഹത്തെ നമുക്ക് കൂടുതൽ വിഷമിപ്പിക്കാൻ സാധിക്കില്ല. ഏതായാലും ഇപ്പോൾ ഇവിടുത്തെ ഉള്ള ഒരു പ്രദേശവാസിയോട് തന്നെ കാര്യങ്ങൾ കൂടുതലായിട്ട് നമുക്ക് തിരക്കാം. ചേട്ടാ, ഇന്നലെ ഇങ്ങനെ ഈ പ്രശ്നമുള്ള ഒരു ഏരിയയാണോ, ഈ വെള്ളം കയറുന്ന ഒരു ഏരിയ? അങ്ങനെ ഒരു ഏരിയ അല്ല. ഈ വെള്ളം എന്ന് പറഞ്ഞാൽ ഇന്നലെ ഒരു വെള്ളം, അതൊരു വെള്ളം എൻ്റെയൊക്കെ ഓർമ്മ വെച്ചാൽ പിന്നെ ഒരു ആദ്യമായിട്ടുള്ളൊരു വെള്ളമാണ്. അപ്പം മൂന്നാലഞ്ചടുത്ത് ഉരുള് പൊട്ടി ആ വെള്ളമെല്ലാം ഒന്നിച്ച് വന്നുകൊണ്ടാണ് ഇത്രയും വന്നത്. അപ്പം ഒരു പശുവിനെ പുള്ളി കയറ്റിയായിരുന്നു. ഒരു പശുവിനെ പുള്ളി അങ്ങോട്ട് കയറ്റി കഴിഞ്ഞാൽ രണ്ടാമത്തെ പശുവിനെ അഴിക്കാൻ വന്നപ്പോഴത്തേന് ഇവിടെ മൊത്തം കംപ്ലീറ്റും വെള്ളം കയറി നിറഞ്ഞു. പിന്നെ അടുത്ത പശുവിനെ അഴിക്കാൻ പറ്റില്ലാത്തൊരു സാഹചര്യം വന്നുകൊണ്ട് കയറി ഓടുമായിരുന്നു പുള്ളി. ഒന്ന് ആലോചിച്ച് നോക്കണം, ഈ പിന്നെ അദ്ദേഹത്തിന്റെ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ജീവനാണ് ഇത്രയും പോയത്. അപ്പം അദ്ദേഹം ഇനി ഒരു മാസത്തേക്ക് ഉറങ്ങാൻ പോലും പറ്റത്തില്ല. 1 കോടി കിട്ടിയെന്ന് പറഞ്ഞാൽ പോലും അത് ഒന്നിനും ഒരു പരിഹാരം ആവത്തില്ല. ഭയങ്കര വിഷമമായിരിക്കും പുള്ളിക്കാരന്. ശരിക്കും ഇങ്ങനെയുള്ള ജീവികളെയൊക്കെ വളർത്തി അത് നഷ്ടപ്പെട്ട് കഴിയുന്നവർക്കേ അതിന്റെ വിഷമം അറിയത്തുള്ളൂ. പിന്നെ ഇനി അടുത്തതായിട്ട് നമുക്ക് എന്തെങ്കിലും ഒരു അപകടം നമ്മുടെ നാട്ടിൽ നടക്കുന്നു, എന്തെങ്കിലും ഒരു അപകടത്തിൽ പെട്ടുപോയി എന്നുണ്ടെങ്കിൽ നമ്മളിത് ഈ ഒരു നമ്പറിൽ വിളിക്കേണ്ടത് അത്യാവശ്യമാണ്. നിങ്ങളെ അവർ വന്ന് സഹായിക്കും തീർച്ച. അപ്പൊ നിങ്ങൾ ആ ഒരു വീഡിയോയും കൂടെ കണ്ടു. വെള്ളപ്പൊക്കാണ്, പല വീടുകളിലും ചിലപ്പം വെള്ളം കയറിയിട്ടുണ്ടാവും. എന്തിനും ഏതിനും തയ്യാറായി മുക്കം സന്നദ്ധ സേന ഇവിടെ മുന്നിൽ തന്നെ ഉണ്ട്. നിങ്ങൾക്ക് എവിടെ ഉണ്ടെങ്കിലും ഇവിടെ വിളിക്കാലല്ലേ. അതിന്റെ ക്യാപ്റ്റൻ ആരേനു? അതന്നെ ബാബു പറഞ്ഞ എന്താ സ്ഥിതി? രാവിലെ രാത്രി ശക്തമായ മഴ പെയ്തിട്ടുണ്ട്. രാവിലെ 6 മണിക്ക് ഇറങ്ങിയാണ്. രാവിലെ 6 മണിക്ക് ഓടത്തലിൽ പെട്ടെന്ന് ഒരു മണ്ണിടിച്ചുണ്ടായി. അവിടെയായിരുന്നു അവിടെ പോസ്റ്റൊക്കെ വിലങ്ങ കുറിച്ചിട്ട് അവിടെ റോഡ് ബ്ലോക്കായി. അവിടെയായിരുന്നു. പിന്നെ ഓരോ വീടുകളിൽ ഇവിടെ ഇപ്പൊ ഏത് സ്ഥലത്ത് ഇപ്പൊ ശിരൂര് മുമ്പുണ്ടായിരുന്ന ഒരു വിഷയമുണ്ട്. ഈ കുട്ടികൾ അവിടെയും ഓടിയെത്തിയിട്ടുണ്ട്. അതായത് കർണാടകയിൽ എവിടെ വിളിച്ചാലും ഇപ്പൊ വിളിച്ചാൽ കാരണം പ്രാദേശിക പ്രശ്നങ്ങൾ തന്നെ കൂടുതലുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇതെടുത്തതിന് ശേഷം പാടെത്തിയോളോ നിർബന്ധമല്ല. അപ്പൊ ഈ പ്രദേശത്ത് നമ്മളെ നാട്ടുകാരായ മുക്കം പ്രദേശത്ത് എവിടെയെങ്കിലും ഒരു പ്രശ്നവും ബുദ്ധിമുട്ടും ഉണ്ടെങ്കിൽ മുക്കം സന്നദ്ധ സേനയെ ബന്ധപ്പെടാം അല്ലേ ബാബു? തീർച്ചയായിട്ടും നിങ്ങളെ നമ്പർ ഞാൻ ഇതിന്റെ അടിയിൽ കൊടുക്കുന്നുണ്ട്. എന്തെങ്കിലും ആൾക്കാർക്ക് കാരണം വെള്ളം കയറിയായിട്ട് എന്താ ചെയ്യാൻ നിശ്ചയില്ലാത്തവരുണ്ടാവും, എടുത്ത് മാറ്റേണ്ടി വരും. അവർക്കൊക്കെ പറ്റിയ ഒരു സന്നദ്ധ സേന ഇന്ന് തുടങ്ങിയൊന്നുമല്ല, ആ കാലത്ത് ഞങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങളെ എല്ലാ ടീമും ഉണ്ട്. സ്കൂബ ടീമുണ്ട്, സ്നേക്ക് പാമ്പന് പിടിക്കുന്ന ടീമുണ്ട്. അങ്ങനെ എല്ലാ മേഖലയിലും പ്രവർത്തിക്കുന്ന ആൾക്കാർ 50ഓളം 60ഓളം ആൾക്കാർ എന്നെ മുക്കം സന്നദ്ധ സേന ഏത് ദിവസവും സന്നദ്ധരായിട്ട് ഇപ്പം ഉണ്ട്. നിലവിൽ എല്ലാ സംഗതിക്കും ഓരോരുത്ത ആളുണ്ട്. വിളിക്കുക, ഒരു പൈസയും കൊടുക്കും വേണ്ട കേട്ടോ. നിങ്ങളെന്തോ ചെലവിന് എന്തോ ഉണ്ടെങ്കിലും ഭക്ഷണം എന്തോ കൊടുത്തിട്ടുണ്ട്. പാവാകാൻ കണ്ടില്ലേ, ഇതാണ് മര്യാദ എന്ന് പറയുന്നത്. ഒരു പൈസ പോലും കൊടുക്കണം. ഫ്രീ ആയിട്ടായിരിക്കും അവർ വന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് വേണ്ടി ചെയ്തു തരുന്നത്. ഭക്ഷണം എന്തെങ്കിലും അവർക്ക് കൊടുത്താൽ മതി, അത് മാത്രമേ അവർ ചോദിക്കുന്നുള്ളൂ. അപ്പൊ എന്തായാലും നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ആപത്ത് വന്നു കഴിഞ്ഞാൽ, എന്തെങ്കിലും ഒരു സഹായം ആവശ്യമായിട്ട് വന്നു കഴിഞ്ഞാൽ ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. മലയാളികൾ അടിപൊളിയാണ്. ആസാമിലോ അല്ലെങ്കിൽ വേറൊരു സ്ഥലത്താണെങ്കിൽ ആരും തിരിഞ്ഞു പോലും നോക്കത്തില്ല. അവിടെയാണ് നമ്മുടെ കേരളത്തെ മനസ്സിലാക്കേണ്ടത്. നമ്മൾ എന്തെങ്കിലും ഒരു അപകടം വന്നാൽ എല്ലാവരും കൂടെ നിൽക്കും. അപ്പൊ ഇനി അടുത്തതായിട്ട് കാറ് ഡ്രൈവ് ചെയ്യുമ്പോഴോ ബൈക്ക് ഡ്രൈവ് ചെയ്യുമ്പോഴോ ഏത് വാഹനം ഓടിക്കുന്ന സമയത്താണെങ്കിലും നിങ്ങളൊന്ന് തീർച്ചയായിട്ടും നല്ല രീതിയിൽ ഒന്ന് ശ്രദ്ധിച്ച് വേണം ഓടിക്കാൻ. അപ്പൊ നിങ്ങൾക്ക് വേറൊരു വീഡിയോ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം, നിങ്ങളൊന്ന് കണ്ടു. തെന്നി മാറുന്നത് വാഹനം ഒരു ഭാഗത്തേക്ക് ചെന്നിടിക്കുന്ന വളരെ ഭയപ്പെടുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ. കനത്ത മഴയെ തുടർന്ന് മലപ്പുറം ജില്ലയിലെ ദേശീയപാത കടന്നു പോകുന്ന മേഖലകളിൽ ഉൾപ്പെടെ വലിയ രീതിയിലുള്ള അപകട സാധ്യതകളുണ്ട്. അത് തെളിയിക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഇത് മലപ്പുറം ജില്ലയിൽ തന്നെ ദേശീയപാത വരുന്നതിന് മുൻപ് വ്യാപകമായിട്ട് അപകടം സംഭവിച്ചിരുന്ന വളാഞ്ചേരിക്കടുത്ത് വട്ടപ്പാറ ആ മേഖലയാണ്. വട്ടപ്പാറ മേഖലയിലൂടെ വലിയ വയഡറ്റൊക്കെ തന്നെ സ്ഥാപിച്ച് ആ ദേശീയപാത അതിന് മുകളിലൂടെ കടന്നു പോകുന്ന ഭാഗത്ത് വെച്ചാണ് ഈ അപകടം സംഭവിക്കുന്നത്. തൃശ്ശൂർ ഭാഗത്തോട്ട് കടന്നു പോകുന്ന വാഹനമാണെന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത് കടന്നു പോകുന്നതിനിടയിലാണ് അപ്രതീക്ഷിതമായിട്ട് തെന്നി മാറുന്നത്. വാഹനം ഒരു ഭാഗത്തേക്ക് ചെന്നിടിക്കുന്ന വളരെ ഭയപ്പെടുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അതായത് ഈ ദേശീയപാതയെ ആശ്രയിക്കുന്ന യാത്രക്കാർ. അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിലൂടെ എനിക്ക് പറയാനുള്ള ഒരു ഒറ്റ കാര്യമേ ഉള്ളൂ. ഈ 5 മിനിറ്റോ 10 മിനിറ്റോ പോട്ടെ, അരമണിക്കൂറോ ലേറ്റ് ആയി എവിടെ എത്തിയാലും ഒരു കുഴപ്പമില്ല. നിങ്ങളുടെ ജീവനാണ് വലുതെന്ന് നിങ്ങൾ ആദ്യം വിചാരിക്കും. എന്തിനാണ് മഴ വരുമ്പോ മഴയൊക്കെ കാണുമ്പോൾ ഇങ്ങനെ സ്പീഡിൽ പോകുന്നത്? പതിയെ സമാധാനത്തിൽ പോയാൽ പോരെ.
എന്തിനാണ് ഒരു 50-60 പോയാൽ പോരെ, എന്തിനാണ് ഈ 100-100ന് മേളിലൊക്കെ പിടിക്കാൻ നിൽക്കുന്നതെന്നാണ് ഞാനീ ചോദിക്കുന്നത്. അതും ഈ ഒരു സാഹചര്യത്തിൽ ഈ റോഡ് വളരെ ശ്രദ്ധിച്ചു പോകേണ്ട ഒരു സമയം, പ്രത്യേകിച്ച് മഴ സമയത്തൊക്കെ നല്ല രീതിയിൽ ശ്രദ്ധിക്കേണ്ട സമയമാണ്. അപ്പൊ ഒന്ന് ശ്രദ്ധിക്കണേന്ന് നിങ്ങളുടെ നല്ലതിന് വേണ്ടിയിട്ടാണ് പറയുന്നത്. അതൊന്നും എല്ലാവരും ഒന്ന് ചിന്തിച്ചാൽ മതി. അതായത് വെള്ളത്തിൽ മുങ്ങിപ്പോകുന്ന ഒരു സാഹചര്യത്തിൽ എന്താണ് സംഭവിക്കേണ്ടത്, അല്ലെങ്കിൽ എന്താണ് നമ്മൾ കരുതൽ എടുക്കേണ്ടത്, എന്താണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്നുള്ള കാര്യം ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ പറഞ്ഞു തരുന്നുണ്ട്. നമുക്കൊന്ന് കേട്ടു. ഒരു കാരണവശാലും വെള്ളത്തിൽ ഒരാൾ മുങ്ങിത്താഴ്ന്നുകൊണ്ടാൽ എടുത്ത് ചാടരുത്. കാരണം നിങ്ങളിൽ പല ആളുകളും ധരിച്ചു വെച്ചിട്ടുണ്ടാവും നീന്തൽ അറിയാം, അതുകൊണ്ട് ചാടി ഇറങ്ങി ഒരു ജീവൻ രക്ഷപ്പെടുത്താം എന്ന് വിചാരിച്ച് ഓടിപ്പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവൻ അപകടത്തിലാവും. മുങ്ങിത്താഴ്ന്ന ആൾ നിങ്ങളെ പിടിക്കും. നിങ്ങളെ പിടിച്ചു കഴിഞ്ഞാൽ അവിടെ 3 മിനിറ്റിനുള്ളിൽ നിങ്ങൾക്ക് അവനെ കരക്കി എത്തിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ നിങ്ങൾ രണ്ടുപേർ വെള്ളത്തിനടിയിലോട്ട് പോയി മുങ്ങി മരിക്കും. നമുക്ക് ഭക്ഷണം കഴിക്കാതെ വേണമെങ്കിൽ 30 ദിവസം ജീവിക്കാം. പക്ഷെ ശ്വാസം എടുക്കാതെ 3 മിനിറ്റിൽ കൂടുതൽ ഒരാൾക്ക് ഈ ഭൂമിയിൽ ജീവിക്കാൻ കഴിയില്ല. ഇപ്പൊ ഇദ്ദേഹം കൂടെ വെള്ളത്തിൽ മുങ്ങി താഴെന്ന് വിചാരിക്കുക. നമ്മള് മുന്നിൽ കൂടെ ഫ്രണ്ടിൽ കൂടെ നീന്തി ഇയാളെ രക്ഷപ്പെടുത്താൻ പോയാൽ, അല്ലെങ്കിൽ അദ്ദേഹം എന്നെ രക്ഷപ്പെടുത്താൻ, ഞാൻ എന്ത് ചെയ്യും? ഇയാളെ മുക്കി താഴ്ത്തും. എന്നിട്ട് ഞാൻ മേലോട്ട് പൊന്താൻ ശ്രമിക്കും. അപ്പൊ അവിടെ എന്ത് സംഭവിക്കും? രണ്ടുപേരും കൂടെ മൽപ്പിടുത്തമാവും. 3 മിനിറ്റ് സമയത്തിനകത്ത് രണ്ടുപേരും കുഴഞ്ഞ അടിയിലോട്ട് പോകും. ഈ രണ്ടുപേരും മരിച്ചു പോകും. അപ്പൊ ആരെങ്കിലും വെള്ളത്തിൽ വീണ് കഴിഞ്ഞാൽ രക്ഷിക്കാൻ പോകുന്ന സമയത്ത് നിങ്ങൾ മറ്റേ ട്യൂബോ അല്ലെന്നുണ്ടെങ്കിൽ പ്ലാസ്റ്റിക് കുപ്പിയോ എന്തെങ്കിലും ശരീരത്തിൽ കെട്ടി പൊങ്ങി കിടക്കാൻ ആവശ്യമായിട്ടുള്ള എന്തെങ്കിലും ഒരു സംഭവം നമ്മുടെ ബോഡിയിൽ ഫിറ്റ് ചെയ്തതിന് ശേഷം വേണം നമ്മൾ ഇറങ്ങിച്ചെല്ല. ഇല്ലെങ്കിൽ നമ്മുടെ ജീവനും പോകും, അവരുടെ ജീവനും പോകും. ഇനി അടുത്തത് വലിയൊരു കോമഡിയാണ് എനിക്ക് പറയാനുള്ളത്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ വീടും പിന്നെ വീട്ടിലുള്ള സാധനങ്ങളും എല്ലാം നഷ്ടപ്പെട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഒരു പുള്ളിക്കാരൻ തേങ്ങ എടുക്കാൻ വേണ്ടിയിട്ട് വെള്ളത്തിലേക്ക് ഇറങ്ങുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, തേങ്ങ എടുക്കാൻ വേണ്ടിയിട്ട് പോയതാണ്. ആ വീഡിയോ ഒന്ന് ജസ്റ്റ് കണ്ടിട്ട് പോവാം. ഇറങ്ങിയതാണ്. നിങ്ങൾ ആലോചിക്കുകയാണ്, ഈ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, പേരാവൂർ തൊണ്ടിയിൽ പാലത്തിന് സമീപം കാഞ്ഞിരപ്പുഴയിൽ ഒരാൾ ഒഴുക്കിപ്പെട്ടിട്ടുണ്ട് കേട്ടോ. അതാ കൊട്ടഞ്ചിറ സ്വദേശി ഹനീഫാണ്. പുള്ളിക്കാരൻ തേങ്ങ പിടിക്കാൻ വേണ്ടിയിട്ട് പുഴയിൽ ഇറങ്ങിയതാണ്. നിങ്ങൾ ആലോചിക്കുകയാണ്, ഈ കുത്തൊഴുക്കുള്ള സമയത്ത് ഇങ്ങനെ പുഴയിൽ ഇറങ്ങാൻ പാടുണ്ടോ? അതൊക്കെ കാണുമ്പോൾ, പുള്ളിക്കാരനെ ഒലിച്ചു പോണ് കാണുമ്പോൾ എന്തൊരു സങ്കടം. നിങ്ങൾ ആലോചിക്കുകയാണ്. ആക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ തെരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതായത് പുള്ളിക്കാരൻ ഈ പുഴയിൽ ഇങ്ങനെ തേങ്ങ പിടിക്കുന്നതിൻ്റെ ഇടയിൽ കൂടി നല്ല ഒഴുക്കിൽ വെള്ളം കണ്ട് വന്നപ്പോൾ പുള്ളി ഒഴുക്കിപ്പെട്ട് അങ്ങോട്ട് പോയതാണെന്നുള്ളതാണ് അറിയാൻ സാധിച്ചത്. എന്താ ചെയ്യലേ, ആൾക്കാരിപ്പോൾ നരം കളിക്കേണ്ട ഒരു സമയമല്ല കേട്ടോ. നിങ്ങളെ ജീവിതത്തെക്കുറിച്ചൊന്ന് സീരിയസ് ആയിട്ട് കാണി. വെള്ളം എന്ന് പറഞ്ഞാൽ അതിര് വിട്ടുകൊണ്ടിരിക്കുകയാണ്. പല ഡാമുകളും തുറന്നു വിട്ടിട്ടുണ്ട്, പല സ്ഥലത്തും ഉരുൾപൊട്ടിയിട്ടുണ്ട്. കേരളത്തിൽ ആകമാനം ശരിക്കും ഈ ഒരു വീഡിയോ കണ്ടിട്ട് നീന്താൻ അറിയാവുന്ന ഒരു പുള്ളിക്കാരനായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. അപ്പൊ എന്തായാലും പുള്ളിക്കാരൻ ജീവനോടെ തിരിച്ച് എത്തിയിട്ടുണ്ടാവും എന്നാണ് എന്റെ ഒരു വിശ്വാസം. അങ്ങനെ ആർക്കെങ്കിലും അതിനെക്കുറിച്ച് എന്തെങ്കിലും അറിയാമെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് കമന്റ് ചെയ്താൽ വളരെ ഉപകാരമായിരിക്കും. ഇനി അടുത്ത വീഡിയോ നമുക്ക് കണ്ടിട്ട് വരാം. സംസ്ഥാനത്ത് അതിതീവ്ര മഴ രൂക്ഷമാണ്. ഇടുക്കി, കോട്ടയം, പത്തനംതിട്ട, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. എറണാകുളം, തൃശൂർ, പാലക്കാട് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ജില്ലകളിൽ യെല്ലോ അലർട്ടുമാണ് നൽകിയിട്ടുള്ളത്. സംസ്ഥാനത്ത് മഴക്കെടുതിയും രൂക്ഷമാണ്. അതിശക്തമായ മഴ തുടരുന്ന പശ്ചാത്തലത്തിൽ ഇടുക്കിയിലും കോട്ടയത്തും ഉരുൾപൊട്ടി. ഇടുക്കി കുടയത്തൂർ അടൂർ മലയിലാണ് ഉരുൾപൊട്ടിയത്. മഷികല്ലയിൽ സ്വദേശിയുടെ വീടിന് മുകളിൽ മണ്ണിടിഞ്ഞു വീണ് വീട് തകർന്നു. കോട്ടയം പയ്യാനിത്തോട്ടത്തെ ഉരുൾപൊട്ടലിലും വീട് തകർന്നു. സംസ്ഥാനത്ത് അതിശക്തമായ മഴയിൽ വിവിധയിടങ്ങളിൽ കനത്ത നാശനഷ്ടമാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. ഇടുക്കി അടൂർമല ദേവീക്ഷേത്രത്തിന് സമീപമുള്ള വീട്ടിലേക്ക് മണ്ണിടിഞ്ഞു വീണ് സ്ത്രീ മരിച്ചു. കോട്ടയം പൂഞ്ഞാർ തെക്കേക്കര പയ്യാനിത്തോട്ടം ഭാഗത്തുണ്ടായ ഉരുൾപൊട്ടലിൽ ഒരു മരണം സ്ഥിരീകരിച്ചിട്ടുണ്ട്. സംസ്ഥാനത്ത് കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിൽ കണ്ണൂർ ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഇന്ന് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. നേരത്തെ 8 ജില്ലകളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചിരുന്നു. ഇടുക്കി, പത്തനംതിട്ട, വയനാട്, പാലക്കാട്, കോട്ടയം, മലപ്പുറം, ആലപ്പുഴ, കോഴിക്കോട് ജില്ലകളിലാണ് നേരത്തെ അവധി പ്രഖ്യാപിച്ചിരുന്നത്. പ്രൊഫഷണൽ കോളേജുകൾ, സ്കൂളുകൾ, അങ്കണവാടികൾ, ട്യൂഷൻ സെന്ററുകൾ, ICSE, CBSE സ്കൂളുകൾ, കേന്ദ്രീയ വിദ്യാലയങ്ങൾ, മദ്രസകൾ ഉൾപ്പെടെയുള്ള മതവിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അടക്കം എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി ബാധകമായിരിക്കുമെന്ന് ജില്ലാ കളക്ടർ അറിയിച്ചിട്ടുണ്ട്. റെസിഡൻഷ്യൽ സ്കൂളുകൾക്ക് അവധി ബാധകമല്ല. മുൻകൂട്ടി നിശ്ചയിച്ച സർവകലാശാല പൊതുപരീക്ഷകൾക്കും അഭിമുഖങ്ങൾക്കും മാറ്റമുണ്ടായിരിക്കുന്നതല്ല എന്ന അറിയിപ്പും വന്നിട്ടുണ്ട്. ഇന്നത്തെ PSC പരീക്ഷകൾക്കും മാറ്റമില്ലെന്ന അറിയിപ്പ് വന്നിട്ടുണ്ട്. രാത്രിയിലും ശക്തമായ മഴ തുടർന്ന സാഹചര്യത്തിൽ പൊന്മുടിയിൽ മണ്ണിടിച്ചിലുണ്ടായി. പൊന്മുടിയിലെ ഇക്കോ ടൂറിസം കേന്ദ്രം താൽക്കാലികമായി അടച്ചു. കല്ലാർ പൊന്മുടി റോഡിൽ 12ാം വളവിലും 22ാം വളവിലും അടുത്ത് ഇടിയകോവിലിന് സമീപത്തും മണ്ണിടിച്ചിലുണ്ടായി. കഴിഞ്ഞ രാത്രിയും ഇന്ന് പുലർച്ചെയും ഉണ്ടായ ശക്തമായ മഴയിൽ പത്തനംതിട്ട ജില്ലയിലെ കിഴക്കൻ മേഖലയിലെ പല സ്ഥലങ്ങളും ഒറ്റപ്പെട്ട അവസ്ഥയിലാണ്. പമ്പ, അച്ചൻകോവിൽ, മണിമലയാർ, കല്ലാർ, കക്കാട്ടാർ എന്നീ നദികൾ കരകവിഞ്ഞൊഴുകി. അരക്കിലോ നമുക്ക് 150 രൂപ. കാര്യം സഹായിച്ചു. ഇങ്ങോട്ട് കയറും. നമ്മൾ കണ്ടിട്ടൊന്നും
അത് പൊങ്ങുന്നതനുസരിച്ച് വെള്ളം ഇങ്ങോട്ട് കയറും. മീൻ കയറും. പിന്നെ വേസ്റ്റ് ഇഷ്ടംപോലെ വെള്ളമാണ്. ഇഞ്ഞൊരു വെള്ളം കാണും. ഇതാ ഈ പയറെല്ലാം മുങ്ങി കിടക്കുമായിരുന്നു. തോട്ടപ്പയറെല്ലാം മുങ്ങി കിടക്കുമായിരുന്നു. കൊല്ലം ആയൂർ പെരിങ്ങള്ളൂരിൽ നിന്നുള്ള കാഴ്ചയാണിത്. പ്രദേശത്തുണ്ടായ ശക്തമായ മഴയിൽ കൃഷിയിടമാകെ വെള്ളം നിറഞ്ഞു. സമീപത്തെ ആറ്റിൽ നിന്നും മീനുകൾ എത്തിയതോടെ കർഷകരായ സുധീന്ദ്രൻ, അബു, അജി എന്നിവർ ചേർന്ന് മീൻപിടുത്തം തുടങ്ങി. കഴുത്തൊപ്പം വെള്ളത്തിൽ വലവിരിച്ച് ശുദ്ധമത്സ്യങ്ങളെ പിടിക്കുന്നത് കാണാനും ആളുകൾ എത്തിത്തുടങ്ങി. രാവിലെ തുടങ്ങിയ അധ്വാനം വൈകുന്നതുവരെയും നീണ്ടു. ഒടുവിൽ ആവശ്യക്കാർക്കും നൽകി കുറുവ മീനുകൾ. ഇല്ല, തോനെയൊന്നും കിട്ടിയില്ല. കുറച്ച് കിട്ടി. അതിനെ പിടിച്ച് കൊടുത്ത് രാവിലെ പണിയില്ലാത്തോണ്ട് വരുമ്പോ പണിയിലൊക്കെ വരുന്നു. വണ്ടിക്കാർ കയറുന്നത് അവർക്ക് കൊടുക്കും. കൊടുത്തിട്ട് ഉള്ള പൈസ ഇഞ്ഞ് വാങ്ങിക്കും. അല്ല, നമ്മൾ തോനെയൊന്നും ചോദിക്കത്തില്ല. നമ്മളെ 10 100 രൂപയ്ക്കൊക്കെ കൊടുക്കും. അല്ലാതെ തോനെ പൈസക്കൊന്നും അല്ല. അവിടെ ഒത്തിരി കുഴിയുണ്ടായിരുന്നു. അങ്ങോട്ട് പണക്കര, അങ്ങോട്ട് പോകുമ്പോഴത്തേക്ക് നനയ്ക്കാത്ത വെള്ളമുണ്ട്. അപ്പൊ ആ വെള്ളം അനുസരിച്ച് നമ്മള് കുഴിയില്ലാത്ത ഭാഗം നോക്കി പോവും. അപ്പൊ അടുത്ത വിഷയത്തിലേക്ക് നമുക്ക് പോകാം. ഒരു കുടുംബം രാഷ്ട്രീയം കളിക്കുകയാണ് ഇതിന്റെ ഇടയിൽ. എന്തിനാ ഈ ക്യാമ്പുകളിൽ നിങ്ങൾ എത്തി വളരെ പെട്ടെന്ന് ഇറങ്ങേണ്ടി വന്നതാണ്. സൗകര്യങ്ങളൊക്കെ ഈ ക്യാമ്പിലൂടെ വെളിച്ചം പോലും ഇല്ല. വെളിച്ചവും ഇല്ല, യാതൊന്നും ഇല്ല. ഞങ്ങൾ ആകെപ്പാടെ അനാഥയായിട്ട് നടക്കും. ഈ ഒരു ഗുളിയൊക്കെ എത്ര നേരം നിന്നത്? ഏതാണ്ട് ഈ ഒരു ഗുളിയാ തന്നത്. ക്യാമ്പിലേക്ക് നിങ്ങളെ മാറ്റുന്നല്ലാതെ സൗകര്യങ്ങളൊന്നും എന്തോ സൗകര്യങ്ങളാണ്. എന്തിനാ ഈ ഗവൺമെന്റ് ഞങ്ങൾ ഉണ്ടായിട്ടല്ലേ ഇവര് കയറി പോകുന്നു. ഇനി ഞങ്ങൾ കണ്ടോളാം. ഇതിനെക്കാട്ടി എന്ത് ഡീസന്റ് ആയിരുന്നു വിജയൻ. ഇത് എന്താണ് ഇവർ പറഞ്ഞത് ഈ പ്രതിസന്ധി? സത്യം പറഞ്ഞാൽ ഈ ക്യാമ്പ് തന്നെ പരാജയമാണ്. ഒന്നാമത് ഇന്നിപ്പോൾ രാവിലെ അവർക്ക് ബാത്റൂമിൽ പോകാൻ വെള്ളമില്ല. ഇതൊക്കെ വെള്ളമൊക്കെ എത്തിച്ചു കൊടുക്കാൻ നിഷ്പ്രയാസമായിട്ട് കഴിയുന്നത്. ഇപ്പോൾ തന്നെ അതുപോലെ BP-ക്കുള്ള ഗുളി അത് ഇന്നലെ വൈകിട്ട് പറഞ്ഞു. ഇതുവരെ വന്നിട്ട് കൈവച്ചേക്കോ, കൊടുത്തിട്ടില്ല. ഇവർ പെട്ടെന്ന് വീട്ടിൽ നിന്ന് ചാടി ഇറങ്ങി വന്നാൽ ഒരു സാധനം ഗുളിയൊന്നും എടുക്കാതെ. പക്ഷേ ഇതൊന്നും ഇവിടെ ക്രമീകരണമില്ല. ക്യാമ്പ് തീർത്തും പരാജയമാണ്. ഇപ്പോൾ സർക്കാർ സംവിധാനം ഇപ്പോൾ പൊളിയാണ്. ഭക്ഷണം എത്തുന്നില്ല പരാതി രാവിലെ ചില ക്യാമ്പിൽ വന്നിരുന്നു. അപ്പൊ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, എന്തിനാണ് ക്യാമ്പിലേക്ക് ആൾക്കാരെ കൊണ്ടുപോകുന്നത്? എന്തെങ്കിലും വലിയ ദുരിതമായിട്ടുള്ള ഒരു അപകടം സംഭവിക്കുമ്പോൾ അവരെ രക്ഷപ്പെടുത്തുകയാണ്, ആൾക്കാരെ രക്ഷപ്പെടുത്തി ക്യാമ്പിലേക്ക് കൊണ്ടുപോവുകയാണ്. നമ്മളൊരു പ്ലാൻ ഇട്ടിട്ടൊന്നും അല്ല ക്യാമ്പിലേക്ക് പോകുന്നത്. 10-ാം തീയതിയോ അല്ല 5-ാം തീയതിയോ നിങ്ങളെ ക്യാമ്പിലേക്ക് മാറ്റുമെന്ന് വിചാരിച്ച ഒരു ഡേറ്റ് ഒക്കെ ഫിക്സ് ചെയ്തതിന് ശേഷം അല്ല ക്യാമ്പിലേക്ക് മാറ്റുന്നത്. ആരോടും പറയാൻ പറ്റത്തില്ല നിങ്ങൾ എല്ലാവരും റെഡി ആയിരിക്കും, ഞങ്ങൾ ഇത്ര തീയതി നിങ്ങളെ ക്യാമ്പിലേക്ക് കൊണ്ടുപോകുന്ന ആരോടും പറയത്തില്ലല്ലോ. പെട്ടെന്ന് വലിയൊരു അപകടം സംഭവിക്കുമ്പോൾ തൽക്കാലത്തേക്ക് അവരെ പെട്ടെന്ന് ഫാസ്റ്റ് ആയിട്ട് മാറ്റുകയാണ് ചെയ്യുന്നത്. ഒരുപാട് സമയം വേണം ഈ സർക്കാരിന് ഇങ്ങനെയുള്ള ഒരു സംഭവങ്ങളൊക്കെ നടക്കുമ്പോൾ ഭക്ഷണം കൊടുക്കാനും എല്ലാത്തിനും കുറെ സമയം വേണം, കുറച്ചെങ്കിലും സമയം വേണം. ഇനി നമ്മൾ അടുത്തതായിട്ട് കാണാൻ പോകുന്ന ഒരു മനുഷ്യൻ, ഒരു പാവപ്പെട്ട ഒരു മനുഷ്യൻ രാത്രി കിടന്നുറങ്ങുന്ന സമയത്ത് വീട്ടിലേക്ക് വെള്ളം എരിച്ചു കയറുകയാണ്. അതൊന്നും നമുക്കൊന്ന് കേട്ടു നോക്കാം. രാത്രിയാണ് ഈ പണി. ഇതുവരെ ഉണ്ടാക്കിയതെല്ലാം മൊത്തം പോകുമെന്ന് പറഞ്ഞ ഒന്ന് ആലോചിച്ച് നോക്കി. രാത്രി കിടന്ന് ഉറങ്ങിയപ്പോഴായിരുന്നു ഇങ്ങനെ സംഭവിച്ചത്. കഴിഞ്ഞ വെള്ളപ്പൊക്കം ഇതുപോലെ രാത്രിയായിരുന്നു. ഞങ്ങൾക്ക് രാത്രിയാണ് പണി തരുന്നത്. രാത്രിയാണ് ഈ പണി തരുന്നത്. പകലാണെങ്കിൽ എത്രയും വരത്തില്ല. ഞങ്ങൾ ഇതായിരിക്കുമായിരുന്നു, ഒന്ന് സൂക്ഷിച്ചിരിക്കുമായിരുന്നു. വീട്ടിലുള്ളവരൊക്കെ എവിടെ കൊണ്ടുപോയി? വീട്ടിൽ മേളിലേ ഇപ്പം 2 പൊതിച്ചോറും ഉണ്ടെന്ന് ഞാനും ഭാര്യയും കൂടെ കഴിച്ചു. ചോറൊക്കെ ആരും ഞങ്ങൾ അവിടുത്തെ മെമ്പറുണ്ട്. മെമ്പർ അയ്യോ അടിപൊളിയാണ്. മെമ്പറുടെ പേരെന്താ? സിന്ധു സഞ്ജയൻ. കൃത്യസമയത്ത് അവരെല്ലാം ഇത് ചെയ്തായിരുന്നു. എല്ലാവരെയും നോക്കുന്നുണ്ട്. അവര് അങ്ങനെ ഞാൻ ആഹാരം ഇപ്പോഴാ കഴിച്ചിട്ട് ടെൻഷൻ ഒന്നും ഇറങ്ങത്തില്ലെന്നേ. ഉറങ്ങാൻ പറ്റത്തില്ല. നമുക്കൊന്നും അങ്ങനെയൊന്നും എത്ര വർഷം കഷ്ടപ്പെടണം. ഇനി എന്തോ ഇപ്പോഴും എന്നെ 58 വയസ്സായി. അപ്പൊ അതാണ് സംഭവം. നിങ്ങൾ ഇപ്പൊ ഈ കണ്ടോണ്ടിരിക്കുന്നത് ചാണ്ടി ഉമ്മൻ പാവങ്ങളെ സഹായിക്കുന്ന ഒരു ക്ലിപ്പാണ്. അപ്പൊ കണ്ടില്ലേ, ഇതൊക്കെ കാണുമ്പോഴത്തേക്ക് നമുക്ക് മനസ്സിനൊരു സന്തോഷം തോന്നുന്നുണ്ട്. കാര്യം ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഉണ്ടല്ലോ ഈ പാവപ്പെട്ട മനുഷ്യരെ സഹായിക്കാൻ എന്ന് ഓർക്കുമ്പോൾ വളരെ സന്തോഷം തോന്നുന്നുണ്ട്. അപ്പൊ എന്തായാലും എനിക്ക് ഇത്രയൊക്കെ പറയാനുള്ളൂ. ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നിയെന്ന് വെച്ചാൽ താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. അടുത്തൊരു വീഡിയോ കാണാം. അതുവരെ ബൈ ബൈ.